CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനടക്കം അനുനയ നീക്കവുമായി എത്തിയിട്ടും വഴങ്ങാതെ മുതിർന്ന നേതാവ് G സുധാകരൻ പാർട്ടി അംഗത്വം പുതുക്കുന്നില്ലെന്ന് സുധാകരൻ MV ഗോവിന്ദനെയും അറിയിച്ചു. ഇതേസമയം അമ്പലപ്പുഴയിൽ G സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന അഭ്യൂഹം ശക്തമായി. എന്നാൽ സുധാകരനുമായി ചർച്ച നടത്തിയെന്ന പ്രചാരണം തെറ്റാണെന്ന് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ പറഞ്ഞു. CPM നേതൃത്വത്തിൽ നിന്നുള്ള നിരന്തര അവഹേളനത്തെ തുടർന്നാണ് പാർട്ടി അംഗത്വം പുതുക്കേണ്ടെന്ന തീരുമാനത്തിൽ മുതിർന്ന CPM നേതാവ് G സുധാകരൻ എത്തിച്ചേർന്നത്. കഴിഞ്ഞ ദിവസം പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിനിടെ സുധാകരൻ പ്രത്യേക പരിഗണന അർഹിക്കുന്നില്ലെന്ന തരത്തിൽ നടത്തിയ പ്രസ്താവന കൂടി വന്നതോടെയാണ് അംഗത്വം പുതുക്കുന്നില്ലെന്ന കാര്യം ഫേസ്ബുക്കിൽ കുറിച്ചത്. പിന്നാലെ ജില്ലാ സെക്രട്ടറി R നാസറും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമടക്കം അനുനയ നീക്കവുമായി വന്നെങ്കിലും സുധാകരൻ വഴങ്ങിയിട്ടില്ല. മന്ത്രി സജി ചെറിയാനും H സലാം MLAയും ചേർന്ന് പാർട്ടിയിൽ സുധാകരനെതിരായ നീക്കം ശക്തമാക്കിയത് ആലപ്പുഴയുടെ ചാർജുകാരനായി MV ഗോവിന്ദൻ എത്തിയത് മുതലായിരുന്നു. ഈ നീക്കം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരുടെ അറിവോടെയായിരുന്നെന്ന വിലയിരുത്തലാണ് സുധാകരനുമായി അടുപ്പം പുലർത്തുന്നവർക്കുള്ളത്. അംഗത്വം പുതുക്കാത്തതിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തി പ്രകടിപ്പിച്ച് അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന കാര്യവും സുധാകരന്റെ ആലോചനയിൽ ഉള്ളതായാണ് സൂചന. ഇതേസമയം സുധാകരനുമായി ചർച്ച നടത്തിയെന്ന പ്രചരണം കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ നിഷേധിച്ചു. സുധാകരന്റെ തീരുമാനം അറിഞ്ഞ ശേഷം UDF പിന്തുണ നൽകുന്ന കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നടക്കുന്ന ആഭ്യന്തര കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ തീരുമാനം. അതിനെക്കുറിച്ച് രാഷ്ട്രീയ ചർച്ചകളൊന്നും ഞാൻ നടത്തി. ഇപ്പോഴും അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുമായിട്ട് വളരെ ശക്തമായിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് അദ്ദേഹം. അപ്പോൾ സുധാകരന്റെ കാര്യം സുധാകരനാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹം തീരുമാനിക്കുമ്പോഴാണ് അദ്ദേഹം എന്തെങ്കിലും തീരുമാനം എടുക്കുമ്പോഴാണ് ഞങ്ങളുടെ അഭിപ്രായം പറയേണ്ട അവസരം വന്നാൽ അവസരം പറയുന്നത്. ഇപ്പോൾ അത് വളരെ ഇമ്മച്യൂർ ആയിട്ടുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നത്. തീരുമാനങ്ങൾ എങ്ങനെ എടുക്കണം, ഏതെടുക്കണം എന്നും അദ്ദേഹത്തിന് ആരും പഠിപ്പിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം വളരെ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ആലപ്പുഴ ജില്ല എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതാക്കളുടെ മുൻനിരയിൽ നിൽക്കുന്ന ആളാണ് അദ്ദേഹം, ഏത് പാർട്ടി എടുത്ത് നോക്കിയാൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഞാൻ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട കാര്യമുണ്ട്. അദ്ദേഹം രാഷ്ട്രീയമായ തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തിലൂടെ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രതികരണം എന്താണ്, ഞങ്ങളുടെ മുന്നോട്ട് പ്രതികരണം എന്താണെന്ന് ആ സമയത്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിപ്പോൾ ഞങ്ങൾ തീരുമാനം എടുത്തിട്ടില്ല അങ്ങനെ ഒന്നും. ഇതേസമയം G സുധാകരന്റെ വാർത്താ സമ്മേളനം അടക്കമുള്ള പ്രതികരണം 7-ാം തീയതിക്ക് ശേഷമേ ഉണ്ടാകൂ എന്നാണ് വിവരം. സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.